അസാധാരണമായ ഒരു രാഷ്ട്രീയ പോരാട്ടത്തിന് വേദി ഒരുങ്ങിയിരിക്കുകയാണ് നിലമ്പൂരിൽ. 2026 കട്ടൻ റേസർ എന്ന് ഇടതുപക്ഷവും UDFും ഒരുപോലെ വിശേഷിപ്പിച്ച മത്സര രംഗത്തേക്കാണ് PV അൻവറിന്റെ നാടകീയമായ കടന്നുവരവ്. കണ്ണീരണിഞ്ഞും തൊണ്ടയിടറിയും നടത്തുന്ന വാർത്താ സമ്മേളനങ്ങൾ മാത്രമല്ല, ഭീഷണിയും പോർവിളിയുമായി തനി സ്റ്റൈലിൽ തന്നെ അൻവർ കളം നിറയുകയാണ്. പത്രികാ സമർപ്പണത്തിന് തൊട്ടുമുമ്പ് LDF UDF അവിശുദ്ധ അന്തർധാരയുടെ തെളിവുകൾ ഉടൻ പുറത്തുവിടും എന്നായിരുന്നു ഭീഷണി. VD സതീശനും മുഹമ്മദ് റിയാസും ആര്യാടൻ ഷൗക്കത്തും തലയിൽ മുണ്ടിട്ട് നടക്കുമെന്നും മുന്നറിയിപ്പ്. സതീശന്റെ ഹിറ്റ്ലറിസത്തിനെതിരെയും ഇടതുപക്ഷത്തെ പിണറായിസത്തിനെതിരെയുമുള്ള പോരാട്ടത്തിനായി ജനകീയ പ്രതിപക്ഷ പ്രതിരോധ മുന്നണി എന്ന പേരിൽ പുതിയ രാഷ്ട്രീയ മുന്നണിയും അദ്ദേഹം രൂപീകരിച്ചു. അൻവർ ആർക്കു ഭീഷണി എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. A. റഹീം MP ആണ് തത്സമയം ചേരുന്നത്. ശ്രീ A. റഹീം, സ്വാഗതം. ആദ്യം പിണറായിസത്തിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് മുന്നണി വിട്ട് ഇറങ്ങുന്നു, രാജിവെക്കുന്നു. അതിനുശേഷം UDFിൽ ഇടം നേടും എന്ന് കരുതിയ PV അൻവർ അതുണ്ടാകാത്തതിനെ തുടർന്ന് ഇപ്പോൾ VD സതീശന്റെ ഹിറ്റ്ലറിസത്തിനെതിരായാണ് പോരാട്ടം. അപ്പോഴും അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, തന്നെ UDFിൽ എടുക്കാതിരിക്കാൻ ഗൂഢാലോചന നടത്തിയത് മുഖ്യമന്ത്രിയാണ് എന്നുള്ള ആരോപണങ്ങൾ. ആ ആരോപണങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇടതുപക്ഷത്ത് നിന്ന്, ഇടതു കോട്ടയിൽ നിന്ന് വോട്ട് അൻവറിലേക്ക് ചോരില്ല എന്ന് ഉറപ്പിച്ച് ഈ ഘട്ടത്തിൽ പറയാനാകുമോ ഇടതുപക്ഷത്തിന്? തീർച്ചയായിട്ടും പറയാൻ കഴിയും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ അച്ചടക്കമുള്ള, അതിലുപരി വളരെ കമ്മിറ്റ്മെൻ്റുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു മുന്നണിയാണ്. അത് എതിരാളികൾ പോലും സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് അക്കാര്യത്തിലെല്ലാം തന്നെ ഒരു വളരെ കൃത്യമായി ഞങ്ങളുടെ മിഷണറിയിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. പിന്നെ ജനങ്ങളിലും നല്ല ആത്മവിശ്വാസമുണ്ട്. അതിൽ വളരെ ലളിതമായൊരു കാര്യമാണ്. ഇപ്പോൾ ഒരാൾ ഉയർത്തിയ ഒരു പ്രശ്നം അത് പിന്നീട് വോട്ടായി ഞങ്ങൾക്കെതിരായിട്ടൊരു പ്രശ്നം, അന്ന് അദ്ദേഹം ഉയർത്തിയ പ്രശ്നങ്ങളെല്ലാം തന്നെ ഇപ്പോഴല്ല, വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഞങ്ങൾ എത്രയോ സമയമെടുത്ത് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുകയും ഒക്കെ ചെയ്ത് അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ മുന്നണിയിൽ വിശ്വാസമുണ്ട്, ഞങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിലുപരി അദ്ദേഹം ഞങ്ങൾക്കെതിരെ ഉയർത്തിയ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾ പലയൊരു ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കുകയും ജനങ്ങളുടെ വിശ്വാസം തിരിച്ച് അളച്ചെടുക്കുകയും ചെയ്തൊരു കാര്യമാണ് ഒന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അവിടെ നിലമ്പൂരുകാരനായ സഖാവ് M. സ്വരാജ് മത്സര രംഗത്തേക്ക് വന്നതോടുകൂടി അതിൻ്റെ ചിത്രമാകെ മാറിയിട്ടുണ്ട്. വലിയ തോതിലാണ് അദ്ദേഹത്തിന് ലഭിച്ച ജനപിന്തുണ നിങ്ങൾ കണ്ടില്ലേ. യഥാർത്ഥത്തിൽ ഒരു ഈസി വാക്ക് ഓവർ ലഭിക്കും എന്ന വിശ്വാസത്തിലായിരുന്നല്ലോ അവിടെ ഞങ്ങളുടെ എതിരാളികളെല്ലാവരും. പക്ഷേ അത് മാറി, ആ സ്ഥിതി മാറി. ഓരോ ദിവസം കഴിയുന്തോറും ഇടതുപക്ഷം വളരെ മേൽക്കൈ നേടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിവരങ്ങളാണ് നിങ്ങൾ തന്നെ പുറത്തു കൊടുക്കുന്ന വിവരങ്ങൾ, വിവിധ മാധ്യമങ്ങളിലൂടെ തന്നെ. വലിയ തോതിലാണ് UDF പ്രതിരോധത്തിലായിരുന്നത്. അൻവർ ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല എന്ന് വലിയ വെല്ലുവിളി നടത്തിയിരുന്നവർ, വലിയ ഹുങ്ക് പറഞ്ഞിരുന്നവർ, അവർ തന്നെ നേരിട്ടും ഒളിച്ചും രാത്രിയിലും പകലും ഒക്കെയായി ശ്രീ അൻവറിൻ്റെ കാല് പിടിക്കുന്ന കാഴ്ച കണ്ടു. അപ്പോൾ ലക്ഷ്മി പത്മ എന്നോട് ചോദിച്ച ചോദ്യമെന്ന് പറയുന്നത്, എങ്ങനെയാണ് ഇത് അൻവറിൻ്റെ വോട്ട്, അൻവർ പിടിക്കുന്ന വോട്ട് അല്ലെങ്കിൽ ആ മുന്നേറ്റം ഞങ്ങൾക്കിങ്ങനെ തിരിച്ചടിയാകുമെന്നാണ്. ഞങ്ങൾക്ക് തിരിച്ചടിയാകുന്നില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അൻവർ ഒരു ഫാക്ടറി അല്ല നിലമ്പൂരിൽ എന്നാണോ? അൻവർ ഒരു ഫാക്ടറി അല്ല നിലമ്പൂരിൽ എന്നാണോ? അങ്ങനെയല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്തെങ്കിലും തരത്തിലൊരു ഭീഷണിയല്ല, ഇതാണ് ഞങ്ങൾ പറയുന്നത്. അത് നിങ്ങൾക്ക് ഞങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ കാണാൻ കഴിയും, ഞങ്ങളുടെ ആത്മവിശ്വാസത്തിൽ തന്നെ കാണാൻ കഴിയും. അദ്ദേഹം ഒരു സ്ഥാനാർത്ഥി, ഏതൊരാൾക്കും തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. തീർച്ചയായിട്ടും അദ്ദേഹവും മത്സരിക്കുന്നു. അത് ജനാധിപത്യത്തിൻ്റെ ഒരു സൗന്ദര്യമായിട്ട് ഞങ്ങൾ കാണുന്നു. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനവുമായി മുൻപോട്ട് പോകുന്നു. ഞങ്ങൾ ഒരു തരത്തിലും ഏതെങ്കിലും തരത്തിൽ ബേജാറ് പ്രകടിപ്പിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അദ്ദേഹം ഏതൊരാൾക്കും മത്സരിക്കാം, അദ്ദേഹവും മത്സരിച്ചോട്ടെ, അദ്ദേഹത്തിന് ജനങ്ങളോട് പറയാനുള്ളത് പറയട്ടെ എന്ന ജനാധിപത്യത്തിൻ്റെ ഒരു എക്സർസൈസായിട്ടാണ്, ഒരു ഡെമോക്രാറ്റിക് എക്സർസൈസായിട്ടാണ് ഞങ്ങളതിനെ കാണുന്നതെങ്കിൽ UDF ക്യാമ്പ് അങ്ങനെയല്ല. ആകെ വിള്ളലല്ലേ, ആകെ പ്രശ്നമല്ലേ, രാത്രിയിലൊക്കെ പോയി ആളുകൾക്ക് സ്വാധീനിക്കേണ്ടി വരികയാണ്. അങ്ങനൊരു സാഹചര്യം ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനമായി വളരെ വേഗതയിൽ മുൻപോട്ട് പോകുന്നു, ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. മറുവശത്ത് അതല്ല. ഇപ്പോൾ ശ്രീ അൻവർ നോമിനേഷൻ കൊടുത്തു, അൻവറിന് വേണ്ടി ഞങ്ങൾ ഇനിയും കാത്തിരിക്കുന്നു എന്ന് പറയുന്നത് UDFിൻ്റെ കൺവീനർ ശ്രീ അടൂർ പ്രകാശ്. അതേസമയം തന്നെ അൻവർ അടഞ്ഞ അധ്യായം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പുറത്ത് ശ്രീ VD സതീശനും മറ്റു ചിലരും. ഇനി അൻവറിനെ പകൽ വെല്ലുവിളിക്കുകയും രാത്രിയിൽ പോയി അൻവറിനെ ആളെ അയച്ച് അതേസമയം തന്നെ ഒരു MLA പറഞ്ഞു വിട്ട് അയച്ച്
അൻവറിനെ മെരുക്കാൻ ശ്രമിക്കുന്ന പരിപാടി വേറൊരു വഴിക്ക് നടക്കുന്നു. ഇതൊന്നും നമ്മുടെ ക്യാമ്പിലില്ലല്ലോ. നമ്മുടെ ക്യാമ്പ് ഞങ്ങൾക്ക് പറയാനുള്ളത് വളരെ ആത്മവിശ്വാസത്തോടെ ജനങ്ങളോട് പറഞ്ഞ് മുൻപോട്ട് പോവുകയാണ്. അതിലൊരു തിരുത്തുണ്ട്. ഇന്ന് അടൂർ പ്രകാശ് UDF കൺവീനർ അൻവറിന്റെ വാതിൽ അടഞ്ഞു ഇന്ന് ഏതായാലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഇന്നലെ വരെ മയപ്പെട്ട് നിന്നായിരുന്നെങ്കിൽ ഇന്ന് അടഞ്ഞു എന്നുള്ള പരാമർശം നടത്തിയിട്ടുണ്ട്. റഹീം, മറ്റൊരു കാര്യം PV അൻവർ ചൂണ്ടിക്കാട്ടുന്നത് തന്നെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞു എന്ന കാര്യം ആദ്യം പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ആ ഘട്ടത്തിൽ UDF-ഉമായി ചർച്ചകൾ നടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അൻവറിനെ UDF-ലേക്ക് എടുക്കരുത് എന്ന് പിണറായി വിജയനാണ് VD സതീശന് നിർദ്ദേശം കൊടുത്തതെന്നും ഇല്ലെങ്കിൽ നിയമസഭ കാണില്ല എന്ന് ഭീഷണിപ്പെടുത്തി എന്നുമുള്ളതാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അതൊരു വിചിത്രമായ അദ്ദേഹത്തിന്റെ ആരോപണമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. കേരളത്തിലെ ഓരോ മിനിറ്റിലും കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിക്കെതിരെ എന്ത് കാര്യത്തിനും കാരണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും വ്യക്തിപരമായി തന്നെ ആക്ഷേപം നടത്തുന്ന ആളാണ് ശ്രീ VD സതീശൻ. ഞങ്ങൾക്കിങ്ങനെ അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഏർപ്പാടില്ല. അത് ജനങ്ങൾക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ശ്രീ അൻവർ ഉന്നയിച്ച ആ ആരോപണത്തെ ജനങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിനെ ഒരു വിചിത്രമായൊരു ആരോപണമായി മാത്രമേ ആളുകൾ അതിനെ കാണുകയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഒരു ബന്ധമുണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന മുഖ്യമന്ത്രിക്കെതിരായ ആരോപണങ്ങളൊന്ന് അവസാനിപ്പിച്ച് പറഞ്ഞ് വിളിച്ചിരുത്തി പറഞ്ഞാൽ പോരെ. എന്തെല്ലാമാണ് അങ്ങനെ ഒരു സംഗതി ഉണ്ടോ? ഞങ്ങൾക്ക് ജനങ്ങളിലാണ് വിശ്വാസം. ഇവിടെ ഒരു പ്രശ്നം എന്താണ്? ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ ഹൈലി പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആയിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്നത്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമാണ് കളത്തിൽ ഇറങ്ങിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയായി. ഇനി അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ഈ തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് നേരത്തെ തന്നെ ഞങ്ങൾ അനൗൺസ് ചെയ്തതാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയാണ് ഞങ്ങൾ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തത്. അപ്പോൾ മുഖ്യമന്ത്രി, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം സഖാവ് A വിജയരാഘവൻ ഒക്കെ എവിടെയുണ്ട്. അതായത് പാർട്ടി ഒന്നാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇന്നലെ ബഹുമാനപ്പെട്ട ശ്രീ ബിനോയ് വിശ്വം, ജോസ് കെ മാണി, എല്ലാ നേതാക്കളും അവിടെ എത്തിച്ചേരുകയും ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരൊറ്റ മനസ്സോടുകൂടി അവിടെ തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനുള്ള എല്ലാ ശ്രമവും നടത്തി വരികയാണ്. ഞങ്ങൾ ഹൈലി പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ 9 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയ വലിയ വികസന നേട്ടങ്ങളുണ്ട്. അവിടെ നിന്നുകൊണ്ട് ഇനിയും മുൻപോട്ട് പോകാനുള്ള ഒരു തുടർഭരണത്തിൻ്റെ സാധ്യതയാണ്, ജനങ്ങളുടെ കൺസെൻ്റാണ് ഞങ്ങൾ യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പിലൂടെ ചോദിക്കുന്നത്. കുഞ്ഞാലിയുടെ മണ്ണിൽ എം സ്വരാജിനെ പോലെ ഒരു സ്ഥാനാർത്ഥി എത്തിയപ്പോൾ വലിയ ആവേശത്തിൽ തന്നെയാണ് അവിടെ ഇടതുപക്ഷവും അണികളും ഉള്ളത്. ഇപ്പോൾ തിരിഞ്ഞു നിന്ന് നോക്കുമ്പോൾ തോന്നുന്നുണ്ടോ ഈ സ്വതന്ത്ര പരീക്ഷണങ്ങൾ വേണ്ടിയിരുന്നില്ല എന്ന്? അങ്ങനെ കാണരുത്. ഞങ്ങൾ ഓരോ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് വളരെ കൃത്യമായ പൊളിറ്റിക്സാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു സ്വതന്ത്ര പരീക്ഷണം അല്ലെങ്കിൽ അങ്ങനെയല്ല. ഞങ്ങൾ ചിലപ്പോൾ സ്വതന്ത്രരെ പരീക്ഷിക്കേണ്ടി വരും, ചിലപ്പോൾ ഞങ്ങളുടെ തന്നെ പൊളിറ്റിക്കൽ കോൺടെസ്റ്റ് മീൻസ് അരിവാൾ ചുറ്റിക നക്ഷത്രം എന്ന ചിഹ്നം ഞങ്ങൾ സ്വീകരിക്കേണ്ടി വരും. അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ്. അത് ഇന്നലകളിൽ എന്തെങ്കിലും അങ്ങനെ ഒരു തീരുമാനമില്ല. എത്രയോ അങ്ങനെ ഒരു തീരുമാനവും അങ്ങനെ ഒരു കാര്യം നമുക്ക് റിമാർക്ക് ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഞാൻ പറഞ്ഞ അതല്ല. അങ്ങ് ശ്രദ്ധിക്കേണ്ട കാര്യം മലപ്പുറമാണ് ജില്ല. എന്താണ് മലപ്പുറം ഒരു വലതുപക്ഷ രാഷ്ട്രീയത്തിന് മേൽക്കൈയുള്ള ഒരു ജില്ലയായിട്ടാണ് കൽപ്പിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇപ്പോഴങ്ങനെയാണോ? അങ്ങനെയല്ല. എത്രയോ കാലമായി മലപ്പുറത്ത് വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. ഒരിക്കലും ജയിക്കില്ല എന്ന് കരുതിയിരുന്ന സ്ഥലങ്ങളിലെല്ലാം ഇടതുപക്ഷം ജയിക്കാൻ തുടങ്ങി. ഞാൻ ചോദിക്കുന്നൊരു കാര്യം, ഈ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താണ്? ലീഗിൻ്റെ പിന്തുണയില്ലാതെ ഈ എവിടെയെങ്കിലും ഒരിടത്ത് കോൺഗ്രസ്സിന് സ്വരമുയർത്താനോ നിൽക്കാനോ കഴിയുമോ? ഇത് പോട്ടെ, മലബാറിലെ മറ്റ് സ്ഥലങ്ങളെടുക്കൂ. തൊട്ടിപ്പുറത്ത് കോഴിക്കോട് ജില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ കേരള നിയമസഭയിലുണ്ടോ? ഇല്ല. ഇനി അതുപോട്ടെ, ഇടുക്കി ജില്ല ഒരു താരതമ്യേന ഒരു വലതുപക്ഷ ജില്ലയായൊക്കെ ഒരു കാലത്ത് കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു ജില്ലയാണ്. ആ ഇടുക്കി ജില്ലയിൽ നിന്ന് കേരള നിയമസഭയിലേക്ക് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരാൾ എത്തിയിട്ട് എത്ര കാലമായി? മലപ്പുറത്ത് മത്സരം നടക്കുമ്പോൾ ശ്രീ ലീഡർ കെ കരുണാകരൻ്റെ പഴയൊരു സ്റ്റേറ്റ്മെൻറ്റ് റീകളക്ട് ചെയ്യാനെന്ന് തോന്നുകയാണ്. പത്തനംതിട്ടയുടെ ജില്ലാ രൂപീകരണം നടക്കുന്ന സമയത്ത് ലീഡർ കെ കരുണാകരൻ അന്ന് പറഞ്ഞു, മലപ്പുറം ലീഗിനെന്ന പോലെ ഇതാ കോൺഗ്രസിന് മാത്രം രാഷ്ട്രീയ മേൽക്കൈയുള്ളൊരു പുതിയ ജില്ല പിറന്നിരിക്കുന്നു എന്നാണ് പത്തനംതിട്ടയെ ലീഡർ കെ കരുണാകരൻ വിശദീകരിച്ചത്. അത് അന്നത്തെ അവസ്ഥയിൽ ശരിയുമായിരുന്നു.
ആ പത്തനംതിട്ട ജില്ലയിൽ റഹീം, കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു ഒരാൾ പോലും കേരള നിയമസഭയിലില്ല. അവിടെ BJP ഒരു സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാത്രം BJP അംഗത്വം കൊടുത്ത ഒരു സ്ഥാനാർത്ഥി. ആ BJP എന്ന് പറയുന്നത് പിക്ചറിലേ ഇല്ലാത്ത സ്ഥിതിയാണ്. നമ്മൾ ഈ ചതുഷ്കോണ മത്സരം എന്നൊക്കെ പറയുമ്പോഴും പിക്ചറിലേ ഇല്ലാത്ത അവസ്ഥയാണുള്ളത്. BJP വോട്ടുകൾ എങ്ങോട്ട് പോകും എന്നാണ് താങ്കളുടെ പ്രഡിക്ഷൻ? വളരെ വേഗത്തിൽ പറഞ്ഞാൽ. ഇല്ല, BJP എന്ന് പറയുന്ന UDFന്റെ ഒരു കക്ഷിയാണല്ലോ അവർ ഇറക്കിയിരിക്കുന്നത്. കേരളത്തിലെ കോൺഗ്രസും BJPയും തമ്മിലുള്ള ഐക്യപ്പെടലിൻ്റെ ലക്ഷണമാണത്. UDFന്റെ ഒരു നേതാവിനെ അവിടെ സ്ഥാനാർത്ഥിയായി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഇങ്ങോട്ട് അതിനൊരു അഡ്ജസ്റ്റ്മെൻ്റാണത്. ഞങ്ങൾക്ക് അതൊന്നുമല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഒറ്റ കാര്യമുള്ളൂ. ഞങ്ങൾക്ക് ജനങ്ങളെയാകെ ആസ് എ ഹോൾ വിശ്വാസത്തിലെടുത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഒരു കാര്യം രാഷ്ട്രീയത്തിനതീതമായി സമ്മതിക്കുന്നുണ്ട്. അത് ശ്രീ പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നു, അസാധ്യമായതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ആ ഗവൺമെൻറ്റിന് ശക്തി പകരണമെന്ന് രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ജനവിഭാഗങ്ങൾക്കും ഉറച്ച വിശ്വാസമുണ്ട്. കോൺഗ്രസ്സുകാരായവർക്ക്, ലീഗിലുള്ളവർക്കൊക്കെ, എല്ലാവർക്കും, എല്ലാ ജനവിഭാഗങ്ങൾക്കും അത്തരം ആത്മവിശ്വാസമുണ്ട്. അത് ശരിയാണ് എന്ന് എല്ലാ നിഷ്പക്ഷരും അഭിപ്രായം പറയുന്നുണ്ട്. അങ്ങനെ പ്രബുദ്ധരായ നിലമ്പൂരിലെ വോട്ടർമാർ ഇടതുപക്ഷത്തിന് അനുകൂലമായി വിധി എഴുതും. തന്നെയുമല്ല, കേരള രാഷ്ട്രീയത്തിൽ സ്വന്തം രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ശ്രദ്ധേയനായ ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മിടുക്കനായ ഒരാളെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അദ്ദേഹം നിലമ്പൂരിൻ്റെ കുട്ടിയാണ്, നിലമ്പൂരുകാരൻ കൂടിയാണ്. ശ്രീ എം സ്വരാജ്. സഖാവ് എം സ്വരാജിനെ വൻപിച്ച ഭൂരിപക്ഷത്തിൽ അവിടെ നിന്ന് തിരഞ്ഞെടുക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. നന്ദി ശ്രീ റഹീം. സമയക്കുറവ് കാരണം ഇടപെടുകയാണ്. വളരെയധികം നന്ദി ഈ ചർച്ചയ്ക്ക് എത്തിയതിന്.